ലോക്ക്ഡൗൺ കാരണം സിനിമാ വ്യവസായം തന്നെ ഒരു പ്രതിസന്ധി നേരിട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് ഒരു ആന്തോളജി സിനിമ ഉണ്ടാക്കി. 4 കുഞ്ഞ് സിനിമകൾ ചേരുന്ന ഒരു സിനിമയാണത്. 2021 അവരുണ്ടാക്കിയിട്ടുള്ള സിനിമ നമ്മൾ 2025 കാണുമ്പോൾ അതിനൊരു പഴക്കം ഉണ്ടാവുമല്ലോ. പഴക്കം കൂടുന്തോറും വീര്യം കൂടുമെന്നാണ് പൊതുവേ നമ്മൾ പറയാറുള്ളത്. പക്ഷേ പഴക്കം കൂടിയിട്ടും പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യാത്ത 2 സിനിമകളും അതിഗംഭീരമായി ഫീൽ ചെയ്തൊരു സിനിമയും വളരെ ലൈറ്റ് ഹാർട്ടഡായി കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടിരുന്ന ഒരു സിനിമയും. അങ്ങനെ 4 സിനിമകൾ ചേരുന്ന മധുരം ജീവാമൃത ബിന്ദു സൈന പ്ലേ OTTയിൽ അവൈലബിൾ ആണ്. സൈന പ്ലേയിൽ അത് കാണാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് ഇത് കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. 4 സിനിമകളാണ്. 4 സിനിമകളുടെയും ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് എനിക്ക് ഒരു പരാതിയും അങ്ങനെ പറയാൻ തോന്നുന്നില്ല. ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ഈ പറയുന്ന റെസ്ട്രിക്ഷൻ്റെ ഇടയിൽ അവർക്ക് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ, അതിപ്പോൾ വിഷ്വൽ സൈഡിലാണെങ്കിലും ഓഡിയോ അതിൻ്റെ മ്യൂസിക്കൽ പരിപാടികളാണെങ്കിലും അതിൻ്റെ സൗണ്ട് മിക്സിങ്ങും ഒക്കെ അവർക്ക് ചെയ്യാവുന്നത് വളരെ വൃത്തിക്ക് ചെയ്തു വെച്ചിരിക്കുന്ന 4 സിനിമകൾ എന്ന് തന്നെ പറയാം. കഥയിലും അതിൻ്റെ ഒഴുക്കിലും അതിൻ്റെ ഒരു ടോട്ടൽ അവതരണ രീതിയിലാണ് ഈ പറയുന്ന വിയോജിപ്പുകളുള്ളത്. പേഴ്സണലി യാതൊരു തരത്തിലും കണക്റ്റ് ആവാതെ ഒരുപാട് പ്രെഡിക്റ്റബിളായ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കണക്റ്റ് ആവാത്തത് ഒഴിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കലി സിനിമകൾ വളരെ നല്ല രീതിയിൽ ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള പരിപാടികളൊക്കെ വെച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നും എടുത്തെടുത്ത് സംസാരിക്കാം. ആദ്യം നമ്മൾ കാണുന്നത് ജെസി എന്ന് പറയുന്ന സിനിമയാണ്. ഷംസു സാഹിബയാണ് അത് സംവിധാനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പിന്നീട് മണിയറയിലെ അശോകനും അഭിലാഷവും ഒക്കെ ചെയ്തിട്ടുള്ള സംവിധായകനാണ്. സൈജു കുറുപ്പാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ ഡയാന ഹമീദ് നായിക കഥാപാത്രമായിട്ടുണ്ട്. പിന്നെയും നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടിട്ടുള്ള നല്ല അഭിനേതാക്കൾ. ഇങ്ങനെയുള്ള സിനിമകൾ കാണുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും വലിയ താരങ്ങളായിരിക്കില്ല, പക്ഷേ നല്ല അഭിനേതാക്കളെ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ ജെസി എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുമ്പോൾ എനിക്ക് ഡയാന ഹമീദിൻ്റെ പ്രകടനം വളരെ ഒട്ടും ആപ്റ്റ് ആവാത്തതുപോലെ തോന്നി. എന്ന് വെച്ചാൽ ആ ഒരു ടീച്ചർ ക്യാരക്ടറിൽ ഉണ്ടാകുമായിരുന്ന ഒരു എക്സ്പ്രഷൻ സംഭവങ്ങളിലല്ല ഡയാന ഹമീദിൻ്റെ എക്സ്പ്രഷൻസ് പോകുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് പേഴ്സണലി കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രകടനങ്ങളൊക്കെ തരക്കേടില്ലാത്തതായിരുന്നു എന്ന് പറയുമ്പോഴും വൻ പ്രെഡിക്റ്റബിൾ ഫാക്ടർ ഉണ്ടായിരുന്നു സിനിമയിൽ. വളരെ ക്ലീഷേഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ അച്ഛനും അമ്മയും സ്പോർട്സ് താരങ്ങളായതുകൊണ്ട് സ്പോർട്സിലേക്ക് വരാൻ നിർബന്ധിതനായ മകൻ എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നതെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു ഫാമിലിയിൽ ജനിച്ചു വളർന്ന പോലെയാണ് നമ്മൾ ഈ സിനിമയിൽ ഇതിനെ കാണുന്നത്. അതായത് പോസിറ്റീവ് വൈബിൽ ഇവർ സിനിമയിൽ അവതരിപ്പിക്കും. പക്ഷേ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം അതായതുകൊണ്ട് ഞാനൊരു സ്പോർട്സ് പേഴ്സൺ ആവാൻ തീരുമാനിച്ചു, എനിക്ക് ശരിക്കും സിനിമയാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് നമ്മൾ ഇതിനകത്ത് സൈജു കുറുപ്പിനെ കാണുന്നത്. അപ്പോൾ ഇവർ 2 പേരും കൂടി ഡയാന ഹമീദും സൈജു കുറുപ്പും കൂടി ഒരു ക്യാൻറ്റീനിൽ ആശുപത്രി ക്യാൻറ്റീനിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരു ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ആദ്യമേ സൈജു കുറുപ്പിനോട് ചോദിക്കുന്നത് ചെക്കപ്പ് ഒന്നും മുടക്കുന്നില്ലല്ലോ അല്ലേ എന്നാ. ആ ഒരൊറ്റ ഡയലോഗിൽ എഴുതി വെച്ച പോലെ നമുക്ക് മനസ്സിലാവും ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ട്. കാരണം അച്ഛനുണ്ട്, പ്രായമായ അച്ഛനെയും കൊണ്ടാണ് വരുന്നതെങ്കിൽ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള ചോദ്യമാണ് കാഷ്വലി ഏതൊരു ഡോക്ടറും ചോദിക്കാൻ സാധ്യതയുള്ളത്. ആ ഒരൊറ്റ ചോദ്യത്തിലേ മനസ്സിലായി ഇനി ഇയാൾ ഇവിടുന്ന് ഫ്ലാഷ് ബാക്കാണ് പറയാൻ പോകുന്നത്. ഫ്ലാഷ് ബാക്ക് പറയുന്നു. ആ ഫ്ലാഷ് ബാക്ക് കേൾക്കുമ്പോഴും നമുക്ക് അതിനകത്ത് പേഴ്സണലി ഒന്നും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിട്ടും സ്വയം രക്ഷപ്പെടേണ്ടെന്ന് തീരുമാനിച്ച് സ്വയം കഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറായിട്ടൊക്കെയാണ് ഫീൽ ചെയ്തത്. അതിൻ്റെ ഇടയിൽ ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് അച്ഛൻ വാങ്ങിച്ചു തന്നാണ് ആ കാറ് എന്ന് പറഞ്ഞിട്ട് കാറ് കാണിക്കുകയാണ്. ഈ കടയിലേക്ക് കയറി വരാനുള്ള ഒരു ചെറിയ ഡോറാണുള്ളത്. ആ ഡോറിൽ കൂടി നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാറ് കാണണം എന്ന് വാശിപ്പുറത്ത് ഷൂട്ട് ചെയ്ത് വെച്ച പോലെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് എടുത്തിരുന്നെങ്കിൽ കാറ് കടയ്ക്കകത്തായിപ്പോയി, ക്യാൻറ്റീൻ്റെ അകത്ത് എന്ന് പറയുന്ന പോലെയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് അതൊക്കെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഷോട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൂടായിരുന്നു. ഇപ്പം സൈജു കുറുപ്പ് ഇങ്ങനെ, ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണ്, സൈജു കുറുപ്പ് ഇങ്ങനെ അച്ഛൻ വാങ്ങി തന്നതാണ് ആ കാറെന്ന് പറയുമ്പോഴേക്കും ഒരു ഡോറടയുന്ന സൗണ്ട് അവിടുന്ന് തൊട്ടടുത്ത ഷോട്ടിലേക്ക് വിഷ്വലി കട്ട് ചെയ്ത് ഒരു ജെ കട്ടാണ്. കാറിനകത്തിരിക്കുന്ന സൈജു കുറുപ്പ് നായിക അവരിങ്ങനെ പോകുന്നു എന്ന് പറയുന്ന പോലെ തന്നെ അതിലെന്തെങ്കിലും ഒരു ഡിഫറൻസ് സാധനം ഉണ്ടാവുമായിരുന്നു. ഇതിപ്പോൾ ആ ഷോട്ട് കാണിക്കാൻ വേണ്ടി കൊണ്ടിട്ടപ്പോൾ അപ്പോൾ ഈ ആൾക്കാരെങ്ങനെ നടന്നു കയറുമെന്ന് നമുക്ക് ചോദിക്കാൻ തോന്നിപ്പോയി. അതിന് ശേഷം കാണിക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമുക്കൊരു ഭയങ്കര അപൂർണത ഫീൽ ചെയ്യുന്നത് പോലെയായിരുന്നു. എന്തിനോ വേണ്ടി തിളച്ചൊരു സാമ്പാർ എന്ന് പറയുന്ന പോലെ വേണമെങ്കിൽ ഫീൽ ഗുഡ് ആവാം എന്ന് പറഞ്ഞ് നമുക്ക് കുത്തിയിരുന്ന് ഫീൽ ഗുഡ് ആക്കിയെടുക്കാമെന്നേ എനിക്ക് അതിനെക്കുറിച്ച് തോന്നിയിട്ടുള്ളൂ. 2ാമത്തെ സിനിമ അതാണ് ഈ ആന്തോളജിയിൽ എനിക്ക് ഏറ്റവും എനിക്ക് ദേഷ്യം വന്നു പോയ സിനിമ എന്ന് പറയുന്നത് ബേസിൽ ജോസഫാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. സലീം ഭായ് എന്ന് പറയുന്ന അഭിനേത്രിയുണ്ട് ഈ സിനിമയിൽ. അവരെ നമ്മൾ പിന്നീടും ഈ പറയുന്ന 2021 ശേഷം ഇങ്ങോട്ടേക്കും പല സിനിമകളിലും കുഞ്ഞു വേഷങ്ങളിൽ കാണുന്നുണ്ട്. നമ്മുടെ മലയാളികളുടെ ഒരു സ്ഥിരം ലുക്ക് എന്ന് പറയുന്ന ഇത് ഒരു ശ്രേണിയിലേക്ക് അവർ ലാൻഡ് ആവുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരേ ഒരു കുഴപ്പം. ഗംഭീര അഭിനേത്രിയാണ്. അവരൊന്ന് ഫെമിലിയർ ആയി കഴിഞ്ഞാൽ, ആ ഫേസ് ഒന്ന് ഫെമിലിയർ ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ആഴവും പരപ്പുമുള്ള കഥാപാത്രങ്ങളെ ഏൽപ്പിക്കാൻ പറ്റിയ അത് ഡെലിവർ ചെയ്യുമെന്ന് എനിക്ക് ഇതുവരെ പെർഫോമൻസിൽ ഫീൽ ചെയ്തിട്ടുള്ള ഒരു അഭിനേത്രിയാണ് സലീം ഭായ്. അവരെ കണ്ടപ്പോൾ അതൊന്ന് പറയണമെന്ന് തോന്നി. അറ്റ്ലീസ്റ്റ് ഇതിനകത്ത് എനിക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ട് പറയാൻ വേണ്ടേ. ആകെ ഇത്രേ ഉള്ളൂ, ഒരുത്തൻ വലിയോട് വലിയാണ്,
എന്ന് വെച്ചാൽ ലഹരിയാണ് വലിക്കുന്നത്. അങ്ങനെ വലിച്ച് കിളിപോയി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ദിവസം അവൻ തട്ടിപ്പോയി. ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ അത്രയും ലാഗ് അടിച്ച് ബോറടിച്ച് കണ്ടു തീർത്തുന്ന വെച്ചാൽ കുഞ്ഞൊരു സാധനമാണ്. ഒരു 15-20 മിനിറ്റ് ഉണ്ടാവും, അത് 3/4 മണിക്കൂറോ എന്താണ്, മൊത്തത്തിൽ 2 മണിക്കൂർ, അതിലൊരെണ്ണമാണിത്. ഭയങ്കരമായിട്ട് ബോറടിച്ചിരുന്ന് കണ്ടൊരു പടം. ഇതിനിടയിൽ രഘുനാഥ് ബലേരിയൊക്കെ വന്നിട്ട് മറ്റേ തിയേറ്റർ ഓപ്പറേറ്ററാണ്, മറ്റേ പ്രൊജക്ടർ ഓപ്പറേറ്ററാണ്. അപ്പോൾ ഇയാളിരുന്ന് കുറേ കഥകളൊക്കെ പറയുന്നു, സങ്കല്പിച്ചുണ്ടാക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ചോറെടുപ്പത്തുണ്ട്, അതാണ് ഒരു വിസിലിൻ്റെ സൗണ്ട് കേട്ടത്. നമുക്ക് വേണമെങ്കിൽ ഈ ഉറക്കമുളച്ചിരുന്ന് സിനിമ കാണുന്ന ഡബിൾ ഫേസ്ഡ് ആയിട്ടുള്ള ഓഡിയൻസ്, അതായത് നമ്മുടെ കൂട്ടത്തിലുള്ളതാണ്, നമുക്ക് വിജയിക്കണം എന്ന് വിചാരിച്ചും നമ്മൾ പോവും, തോപ്പിക്കണമെന്ന് വിചാരിച്ചും നമ്മൾ പോവും എന്ന് പറയുന്ന പോലെ അങ്ങനെ പല രീതിയിലൊക്കെ പല ആംഗിളിലൊക്കെ ആലോചിച്ചുണ്ടാക്കാൻ പറ്റും. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സിനിമ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ബേസിൽ പാർട്ടായിട്ടുള്ള ഒരു സിനിമ ഇത്രയും ബുദ്ധിമുട്ട് ഞാൻ കണ്ടിരിക്കുന്നത് എൻ്റെ ഇതുവരെയുള്ള സിനിമാ കാഴ്ച ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണെന്ന് തോന്നുന്നു. അപ്പു ഭട്ടതിരിയാണ് ഇതിൻ്റെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ആന്തോളജിയിൽ ജം വരുന്നത്. ജെൻ കാച്ചപ്പള്ളി എഴുതിയിട്ട് പ്രിൻസ് ജോയ് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് സാമുവലിൻ്റെ ഉത്തമഗീതം. അതിൻ്റെ ഫസ്റ്റ് ഷോട്ട് സാമുവൽ കുളിക്കുകയാണ്. ജാഫർ ഇടുക്കിയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. മാലാ പാർവതി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അദ്ദേഹം കുളിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പുറകിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ കെട്ടിപ്പിടിക്കുന്നു. അവരിരുവരും ഒരു കുളിമുറിയിലാണ്, ഒരുമിച്ച് അവർ കുളിക്കുന്നു. ആ സമയത്ത് അവർ പറയുന്ന ഡയലോഗൊക്കെ കേട്ടപ്പോൾ ഇതിപ്പോൾ തൊട്ട് മുമ്പുള്ളത് കണ്ട് ബോറടിച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കും, ഇതിപ്പോൾ ആ സിനിമയിലെ ഈ ഡയലോഗ് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണല്ലോ എന്നൊക്കെ തോന്നിയായിരുന്നു. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് ആ സിനിമ ഒരു പോക്ക് പോയിട്ട് ഭയങ്കര ഇൻറ്റൻസായിട്ട്, ഭയങ്കര ഡീപ്പായിട്ട്, ഭയങ്കര സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫീലും ഇമോഷൻ തന്നിട്ടുള്ളൊരു സിനിമയായിരുന്നു. ഞാൻ അത് കണ്ടുകൊണ്ടിരുന്നിട്ട് എന്താ പറയുക, നമുക്ക് ഈ ഷോക്ക് അടിക്കുന്ന പോലെ 2 പേര് ഭാര്യയും ഭർത്താവും അവർ ഒരുമിച്ച് ഉണ്ടാക്കിയെടുത്തൊരു കുടുംബമുണ്ട്. എന്നുവെച്ചാൽ പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ആസ് പാർട്ട്നേഴ്സ് അവർ അത്രയും എഫേർട്ട് ഇട്ട് സ്വയം ഒരുമിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് അവരുടേതായി കൊണ്ടുവന്നൊരു ജീവിതം. അവർ തന്നെ ഓരോ കട്ടയും കല്ലും അടുക്കി വെച്ചുണ്ടാക്കിയ വീട്, അതിനോട് അവർക്കുള്ള അടുപ്പം, അവരുടെ ശീലങ്ങൾ. അതിൽ ജാഫർ ഇടുക്കി ചോദിക്കുന്നുണ്ട്, ശീലങ്ങളല്ലേ, ജാഫർ ഇടുക്കിയാണോ ആരാണെന്നറിയില്ല, ശീലങ്ങളല്ലേ മനുഷ്യർന്നുള്ളതാണ്. അങ്ങനൊരു ശീലം അവർക്ക് ഒരിക്കലും മാറ്റി വെക്കാനാവാത്ത ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രണയം അടങ്ങിയിട്ടുള്ള ഒരു കമ്പാനിയൻഷിപ്പ് അടങ്ങിയിട്ടുള്ള ഒരു ഭയങ്കര സാധനമായിരുന്നു. ഭയങ്കര സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എണീറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നുന്ന തരത്തിൽ അത്രയും ഗംഭീരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു സിനിമയായിരുന്നു അത്. സാമുവലിൻ്റെ ഉത്തമഗീതം. വിനയ് ഫോർട്ട് ഉണ്ട്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സജിൻ ചെറുകയിൽ ഓവറാക്കാതെ വളരെ രസമായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ സമീപകാലത്ത് അദ്ദേഹത്തിന് ചില സിനിമകൾ കാണുമ്പോൾ കുറച്ച് ഓവറായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ എന്തൊരു നല്ല സ്കെയിലാണ്, എന്തൊരു മനോഹരമായിട്ടാണ് അതിൻ്റെ വിഷ്വൽ ലാംഗ്വേജ്. അതായത് നമുക്കൊരു നല്ല സിനിമ കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വിഷ്വലും മ്യൂസിക്കൊക്കെ എടുത്തെടുത്ത് പറയാൻ തോന്നുക. അങ്ങനെ പറയാൻ തോന്നിപ്പിച്ച മനോഹരമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ഗംഭീര കഥയായിരുന്നു അത്. ഒരു കുളിമുറി, വെറും ഒരു കുളിമുറി അല്ല മാൻ എന്ന് പറയുന്ന പോലെ ഇറ്റ്സ് ടു ഗുഡ് എന്ന് പറയാൻ തോന്നിപ്പിച്ച ഒരു സിനിമയാണത്. ജാഫർ ഇടുക്കി വേറെ റേഞ്ചിൽ നിന്ന, മാലപ്പാർവതി കട്ടയ്ക്ക് നിന്ന, വിനയ് ഫോർട്ട് വന്ന് എന്താ പറയുക, അതായത് കട്ടയും സിമൻറ്റും ഒക്കെ വെച്ച് ജാഫർ ഇടുക്കി സെറ്റാക്കി വെച്ചിരിക്കുന്നൊരു ഭിത്തി, വിനയ് ഫോർട്ട് വന്ന് ചാന്തൊക്കെ തേച്ച് വൈറ്റ് വാഷ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു എന്ന് പറയുന്ന പോലെ അങ്ങനെ അവർ പെർഫോമേഴ്സ് നമുക്ക് ഗംഭീരാക്കി തന്ന ഗംഭീര തിരക്കഥയിലുണ്ടായിട്ടുള്ള ഒരു സിനിമയാണത്. അതിനുശേഷമാണ് 4ാമത്തെ സിനിമ വരുന്നത്. ലാൽ, സുഹാസിനി തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ജീവാമൃത ബിന്ദു എന്ന് പറയുന്ന സിനിമയാണ്. അത് ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട്, ഭയങ്കര രസമായിട്ട്. പക്ഷേ തൊട്ട് മുമ്പത്തെ സിനിമയുടെ കാര്യം പറഞ്ഞ പോലെ ഇതും ജനിത് കാച്ചപ്പള്ളിയാണ് എഴുതിയിട്ടുള്ളത്. ഈ വാർദ്ധക്യ കാലത്തേക്ക് വരുമ്പോഴുണ്ടാവുന്ന ഈ പാർട്ട്നേഴ്സ് തമ്മിലുള്ള, ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള ഭയങ്കര ആഴത്തിലുണ്ടാകുന്ന ഒരു കണക്ഷൻ ഉണ്ടല്ലോ കുറേ കാലങ്ങളുണ്ട്. അതിനെ ജനിത്ത് ഭയങ്കരമായിട്ട് കണ്ടു വളർന്നിട്ടുള്ള, അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ഫാൻറ്റസൈസ് ചെയ്യാന്നൊക്കെ പറയാമോ എന്നറിയില്ല, എനിക്ക് കൃത്യമായിട്ടൊരു വാക്ക് കിട്ടുന്നില്ല. അതിനോട് അദ്ദേഹത്തിന് ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട് എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഈ 2 തിരക്കഥയിലും അത് ഭയങ്കരമായിട്ട് കാണാനുണ്ട്. ഇവർ 2 പേരും കുറച്ച് ഏജിലേക്ക് എത്തിയിട്ടുള്ള, ഭർത്താവിന് ഷുഗറാണ്, അപ്പോൾ ഭാര്യ മധുരം കൊടുക്കാതിരിക്കണം. ഞാനതിൽ പല സീനുകളും ഈ പ്രെഡിക്റ്റബിലിറ്റി ഫാക്ടറുണ്ട്. നമുക്ക് എന്തുകൊണ്ടാണ് ഇയാളിങ്ങനെ ചെയ്യാത്തത്? ഇതിനകത്ത് ലാലിൻ്റെ ക്യാരക്ടർ മധുരം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷേ ഷുഗറുള്ള ഒരാളാണ്. അയാൾ മധുരം അന്വേഷിച്ച് വീട്ടിൽ മുഴുവൻ നടക്കുകയാണ്. ഭാര്യ മറ്റൊരു സ്ഥലത്താണ്. അപ്പോൾ അവരും മധുരം കഴിക്കുന്നില്ല, ഭാര്യയും മധുരം കഴിക്കുന്നത് നമ്മൾ കാണുന്നില്ല. അതിൻ്റെ ഒരു റീസണിലേക്കൊക്കെ വരുമ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, അവരും കഴിച്ചുള്ളൂ, ഇത് ഇങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ. പക്ഷേ ഇതിൻ്റെ റീസണൊക്കെ ഇതിങ്ങനെ അൺഫോൾഡ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര രസമായിട്ടുള്ള, മനസ്സിനൊരു സമാധാനവും സന്തോഷമൊക്കെ തരുന്ന, നമുക്കും അങ്ങനെ ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് വേണമെന്ന് തോന്നുന്ന. ഇപ്പോൾ തൊട്ട് മുമ്പത്തെ സിനിമ നമ്മൾ കാണുമ്പോൾ, സോളമൻ്റെ ഉത്തമഗീതങ്ങൾ നമ്മൾ കാണുമ്പോൾ, സാമുവലിൻ്റെ ഉത്തമഗീതങ്ങൾ നമ്മൾ കാണുമ്പോൾ, അവിടെ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൊതി തോന്നുന്നൊരു ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പാണല്ലോ. ആ ഭാര്യ ഇല്ലാത്തപ്പോഴും അവരെന്നും കൂടെയുണ്ട്, എന്തും അയാളോട് സംസാരിക്കാൻ പറ്റുന്ന പോലെ ആ പ്രസൻസ് അവിടെ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുന്ന പോലെ ഇവിടെയും ഈ പറയുന്ന നമുക്ക് ഇങ്ങനെയൊരു
ഒരു പാർട്ട്ണർഷിപ്പ് ലൈഫിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹം തോന്നിപ്പോകുന്ന പോലത്തെ അങ്ങനത്തെ ഒരു അവതരണമാണ് ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത്. ലാലും സുഹാസിനിയും നല്ല അഭിനേതാക്കളാണ്. അവർ ഗംഭീരമായിട്ട് തന്നെ അഭിനയിച്ചു ഫലിപ്പിച്ചിട്ടുണ്ട്. ഉറുമ്പുകൾ വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചു. അവിടെ തൊഴിലുറപ്പിന് വരുന്ന ചേച്ചിമാരായിട്ട് വരുന്ന ആളുകൾ, ഇവരൊക്കെ കുഞ്ഞു കുഞ്ഞു ക്യാരക്ടേഴ്സായിട്ട് അപ്പം കണ്ടു. പിന്നീട് നമ്മൾ ഏതൊക്കെയോ സിനിമകളിൽ അവരെ കണ്ടിട്ടുണ്ട്. എല്ലാവരും തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ഗംഭീരമായിട്ട് ചെയ്ത ഒരു മനോഹരമായ ഒരു ഫീൽ ഗുഡ് പരിപാടിയാണത്. അങ്ങനെ ആദ്യത്തെ 2 സിനിമകൾ ഒരെണ്ണം വലിപ്പിച്ചു, മറ്റൊന്ന് വെറുപ്പിച്ചു, അതിനുശേഷം ഞെട്ടിച്ചു, ഇത് രസിപ്പിച്ചു എന്ന് പറയുന്ന പോലെ ആ ഒരു ഫീലാണ്. പക്ഷേ ഈ 4 സിനിമകളെയും, ഈ ആന്തോളജിയിലുള്ള 4 സിനിമകളെയും കാടടച്ച് കുറ്റം പറഞ്ഞ് എന്ത് തല്ലിപ്പൊളി പടം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും ചോദിക്കില്ല. കാരണം മലയാള സിനിമ ഒരു വലിയ പ്രതിസന്ധിയെ നേരിട്ടിരുന്ന ഒരു സമയത്ത് സൗഹൃദങ്ങളുടെ പുറത്ത് ഈ പറയുന്ന റെസ്ട്രിക്ഷൻസിനെ ഒക്കെ മറികടന്നുകൊണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പലതും വിജയിക്കുകയും ചിലതൊക്കെ പാളിപ്പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പാളിപ്പോയതും വിജയിച്ചതും എല്ലാം കൂടി ചേരുന്നിടത്താണ് ഇന്ന് നമ്മൾ കാണുന്ന ഗംഭീര സിനിമകൾ ഉണ്ടാകുന്ന മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു മാറ്റം സംഭവിക്കുന്നത്. അതുവരെ ഞാൻ ഇപ്പോഴും ആലോചിക്കുക, ഈ ലോക്ക്ഡൗണിന് മുമ്പ് റിലീസായിട്ടുള്ള ചില സിനിമകളിലെ സീനുകളൊക്കെ എടുത്ത് കാണുമ്പോണ്ടല്ലോ, ഇപ്പോഴത്തെ റോസ്റ്റിംഗ് ചാനലുകാർക്ക് റോസ്റ്റ് ചെയ്യാനല്ലാതെ ഒരു ഗുണമില്ലാത്ത ചപ്പ് ചവർ സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരുന്ന എന്ന് വെച്ചാൽ നല്ല സിനിമകൾ അതിൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ ഈ പറയുന്ന ചപ്പ് ചവർ സിനിമകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്നിടത്തുനിന്ന് ലോക്ക്ഡൗൺ വന്നു, പ്രതിസന്ധി ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യാമെന്ന് നോക്കി സിനിമാക്കാർ നല്ല സിനിമകൾ കാണാൻ തുടങ്ങി, പ്രേക്ഷകർ നല്ല സിനിമകൾ കാണാൻ തുടങ്ങി, നമ്മളെല്ലാവരും അപ്ലിഫ്റ്റ് ആവാൻ തുടങ്ങി, ഇങ്ങനെയുള്ള കുറേ പരീക്ഷണങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അതിനൊക്കെ ശേഷം നമ്മൾ നല്ല സിനിമകളിലേക്ക് എത്തി. അപ്പോൾ ആ യാത്രയിൽ ഒരു ശ്രമം എന്നുള്ള രീതിയിലാണ് ഇതിലെ 4 സിനിമകളെയും. എനിക്ക് വെറുപ്പിച്ച സിനിമയെ പോലും ഞാൻ പറയുന്നത് അതും ഒരു ശ്രമമായിരുന്നു. അതിലും അവരെന്തോ പറയാൻ ശ്രമിച്ചിരുന്നു. ഏതോ ഒരു പോയിന്റിൽ അത് പാളിപ്പോയി, നമുക്കത് കണക്റ്റ് ആയിട്ടില്ല. അതുകൊണ്ട് ആ സിനിമ മോശം എന്നല്ല, എന്നെ വെറുപ്പിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള പല ശ്രമങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് കാണുന്ന മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ അതിഗംഭീരമായ മുഖം നമുക്ക് ലോകത്തിന് മുമ്പിൽ കാണിക്കാൻ പറ്റുന്നു. അത്രയും നല്ല സിനിമകൾ ഉണ്ടാകുന്നു. സോ ഐ എം അപ്രിഷിയേറ്റിംഗ് ദിസ്. പക്ഷേ എൻ്റെ അഭിപ്രായം ഇതാണ് എന്നാണ്, അപ്രിഷിയേറ്റിംഗ് ദി എഫേർട്ട്. എൻ്റെ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞു വെക്കാനാണ് ഈ വീഡിയോ. നിങ്ങൾ ഈ ആന്തോളജി കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവർക്ക് കാണാനായിട്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.